Okay, exciting news from Formula 1 for this week. TGR Haas Formula 1 ടീം അവരുടെ 2026 കാർ ഫാൻസിന് മുമ്പിൽ പ്രസന്റ് ചെയ്തായിരുന്നു. ടൊയോട്ട ഗാസൂൺ റേസിംഗ് ആണ് ഈ വർഷം ഹാസ് ഫോർമുല 1 ടീമിന്റെ ടൈറ്റിൽ സ്പോൺസർ. ഹാസിന്റെ പുതിയ കാറ് കണ്ടിട്ട് അവരുടെ പഴയ, അതായത് അവര് 2016 വന്ന സമയത്തുള്ള ആ ഒരു ലുക്കിലേക്ക് അവർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡി റെവല്യൂട്ട് ഫോർമുല 1 ടീമും അവരുടെ 2026 കാർ ഇന്ന് പ്രസന്റ് ചെയ്യും. സോ ഈ വീഡിയോയിൽ നമ്മുടെ എയറോഡൈനാമിക്സ് സീരീസ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട് വിങ്സിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, രണ്ടാമത്തെ എപ്പിസോഡാണിത്. സോ 2026 തൊട്ട് ഫോർമുല 1 കാറുകളിൽ മേജറായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. നമുക്കറിയാം, പല വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വിങ്സിൽ ചേഞ്ച് വരുന്നുണ്ട്, റിയർ സ്പോയിലേഴ്സിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഡിഫ്യൂസേഴ്സിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷേ മേജറായിട്ട് ചേഞ്ചസ് ഒന്നും വരാത്തത് സൈഡ് പോർട്സിനാണ്. ഓക്കെ, ഒരു ഫോർമുല 1 കാറിൽ സൈഡ് പോർട്സിൻ്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് എഞ്ചിനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എഞ്ചിനിലേക്ക് പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റീരിയറിൽ നിന്ന് വരുന്ന എയറിനെ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി റോള്. പിന്നെ കാറിൻ്റെ ഫ്ലോറിലേക്കും അതേപോലെ തന്നെ ഡിഫ്യൂസേഴ്സിലേക്കും കൂടുതൽ എയർ എത്തിക്കുന്നതും ഈ സൈഡ് പോർട്സിൻ്റെ വേറൊരു പർപ്പസാണ്. ഓക്കെ, പിന്നീട് മേജറായിട്ട് ഈ സൈഡ് പോർട്സിൻ്റെ വലിയൊരു റോളെന്ന് പറയുന്നത് ഫ്രണ്ട് സെറ്റ് ഓഫ് ടയേഴ്സിൽ നിന്ന് വരുന്ന ടർബുലൻ്റ് ആയിട്ടുള്ള എയറിനെ സ്പോയിലേഴ്സിലേക്കും, അതായത് കാറിൻ്റെ ഫ്ലോറിലേക്കും അല്ലെങ്കിൽ ഡിഫ്യൂസേഴ്സിലേക്കും പോകാതെ ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുന്ന ഒരു റോളും കൂടെ ഈ സൈഡ് പോർട്സിനുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് വരാം, അപ്പോൾ ഈ ഫ്രണ്ട് വിങ്സ് ഉണ്ടല്ലോ കാറിൽ, അപ്പോൾ ഫ്രണ്ട് വിങ്സ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഡേർട്ടി എയർ ടയറും കടന്ന്, അതായത് ഇത്രയും പുറകിലോട്ട് സൈഡ് പോർട്സിൽ വരെ എത്തുന്നതെന്ന് വിചാരിക്കാം. ഫ്രണ്ട് വിങ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഫ്രണ്ട് വിങ്സിൻ്റെ ഒരു റോളെന്ന് പറയുന്നത് ആ എൻ്റയർ കാറിലേക്ക് പോകുന്ന എയറിനെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് മുമ്പിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് എയറിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നതാണ് ഈ ഫ്രണ്ട് വിങ്സിൻ്റെ വൺ ഓഫ് ദ റോൾ. അത്രയൊക്കെ അല്ലേ. പിന്നെ ടയർ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അപ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടുമായിട്ട് എയറിന് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് വേൾ ചെയ്യും, അതായത് ടർബുലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ ടർബുലൻ്റ് എയർ വീണ്ടും ഈ സൈഡ് പോർട്സിൽ കൂടെ കടന്ന് ഡയറക്റ്റ്ലി കാറിൻ്റെ ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഡൗൺ ഫോഴ്സിനെ കൂടുതലായിട്ട് ബാധിക്കും. അവിടെയാണ് ഈ സൈഡ് പോർട്സിൻ്റെ വേറൊരു മേജർ റോൾ വരുന്നത്. അപ്പോൾ ഈ സൈഡ് പോർട്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടയേഴ്സിൽ നിന്ന് വരുന്ന ടർബുലൻ്റ് ആയിട്ടുള്ള എയറിനെ കാറിൻ്റെ ഫ്ലോറിലേക്ക് പോകാതെ ഡിഫ്ലക്റ്റ് ചെയ്ത് വിടും. പിന്നെ ഇതിനോട് കൂടെ തന്നെ എടുത്തു പറയുന്ന വേറൊരു കാര്യമാണ്, നിങ്ങൾ ഈ 2026 കാറിൻ്റെ ആ ഡിസൈൻ ഷേപ്പ്, അതായത് ടോപ്പ് ചെയ്ത് നോക്കുമ്പോഴുള്ള ഷേപ്പ് ശ്രദ്ധിച്ചായിരുന്നു. 2025 വരെയുള്ള കാറുകൾക്ക് ആ ഒരു ടണൽ ഷേപ്പ് ഉണ്ടായിരുന്നു, അതായത് ഒരു വെഞ്ചൂറിമീറ്ററിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രണ്ടിൽ നിന്ന് വന്ന്, അതായത് അവിടെ ഏരിയ കൂടുതലാണ്, ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഏരിയ കൂടുതലാണ്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ, റിയറിലേക്ക് ഡിഫ്യൂസറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ സൈസ് നാരോ ആകുവാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഒരു വെഞ്ചൂറി എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത് 2025 വരെയുള്ള കാറുകളിൽ. പക്ഷേ 2026 തൊട്ടുള്ള കാറുകളിൽ അങ്ങനെ ഒരു ഷേപ്പ്, അങ്ങനെ ഒരു ഡിസൈനിലല്ല ഉള്ളത്. അതുമാത്രമല്ല, 2026 റെഗുലേഷൻസിൽ ഈ ഔട്ട് വാഷ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് വിങ്സിലൊക്കെ ഔട്ട് വാഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഈ സൈഡ് പോർട്സിൽ ഔട്ട് വാഷ് ഉണ്ട്, അണ്ടർ കട്ട്, അങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഔട്ട് വാഷസ് കുറച്ചിട്ട് കാറുകൾ തമ്മിലുള്ള ക്ലോസ് ആയിട്ട് റേസ് ചെയ്യുന്ന രീതിയിലേക്ക് 2026 തൊട്ട് കൊണ്ടുവരാനായിട്ടാണ് FIA പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നത്. അതായത് റേസ് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഈ പുതിയ റെഗുലേഷനിൽ ടീമുകൾക്ക് സൈഡ് പോർട്സിനകത്ത് വരുത്താവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈനിലാണ്. അപ്പോൾ ഈ സൈഡ് പോർട്സ് റീഡിസൈൻ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഇച്ചിരി മെച്ചപ്പെട്ട് ഡിസൈൻ ചെയ്യുന്നതിൽ ഏറ്റവും മുമ്പുള്ളത് റെഡ് ബുള്ളാണ്. അതുപോലെ തന്നെ ഫെറാറി റെഡ് ബുള്ളും അവരുടെ കാർസിൽ സൈഡ് പോർട്സിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു അണ്ടർ കട്ട്സ് ഡെവലപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി സൈഡ് പോർട്സ് ഉപയോഗിക്കുന്നത് എഞ്ചിൻ കൂൾ ഡൗൺ ചെയ്യാനും എഞ്ചിനും ഗിയർ ബോക്സിനും കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി എയറിനെ ഫ്ലോ ചെയ്യിക്കാനും, അതേപോലെ തന്നെ കാറിൻ്റെ ബിനീത്തിലേക്ക്, അടിയിലേക്ക് എയറിനെ ഫ്ലോയും കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ റെഡ് ബുള്ളും ഫെറാറിയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അണ്ടർ കട്ട്സ് ഡിസൈൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂളിംഗ് പർപ്പസിനല്ലാതെ കാറിൻ്റെ അണ്ടറിലേക്ക്, അതായത് കാറിൻ്റെ അടിയിലേക്ക് പോകുന്ന എയർ പോകേണ്ട രീതിയിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇനിയും തുടർന്ന വർഷങ്ങളിൽ മറ്റ് ടീമുകൾ ഇത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 2026 സീസൺ തൊട്ട് കാറിൻ്റെ പവർ ഔട്ട്പുട്ട് ബോത്ത് എഞ്ചിനും ബാറ്ററിയും കൂടെ, അതായത് 50-50 വെച്ചിട്ടാണല്ലോ വരുന്നത്. അതായത് കൂടുതൽ ഇലക്ട്രിക് പവർ, അതായത് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നു. ഈ മോട്ടോഴ്സ് ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഹീറ്റ് കുറയ്ക്കാനായിട്ട് എന്താ വേണേലും ഹീറ്റ് ഷീൽഡിങ് അല്ലെങ്കിൽ കൂൾ ഡൗണിലുള്ള പരിപാടി ചെയ്യേണ്ടി വരും. സോ ചില ടീമുകൾ അവരുടെ പവർ യൂണിറ്റ്സിനെ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് എയർ ബോക്സ് റീഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ലോവേഴ്സും സ്ലാറ്റ്സും പോലുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.